ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. ഊണിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പപ്പടമാണ്. പപ്പടം കൊണ്ടിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 10 പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടം ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് ഞാൻ പൊരിച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കും കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കും എന്നാൽ പിന്നെ പൊടിച്ചെടുക്കാനായിരുന്നെങ്കിൽ പിന്നെ കട്ട് ചെയ്ത് എന്തിനാ മുഴുവനായിട്ട് അങ്ങോട്ട് പൊരിച്ചിട്ട് പൊടിച്ചാൽ പോരായിരുന്നു എന്ന്. പക്ഷേ എനിക്ക് തോന്നി ഇതുപോലെ കട്ട് ചെയ്തിട്ട് പൊരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് ആ ഒരു പീസസിന് നല്ല തിക്നെസ് കിട്ടും എന്നുള്ളത്. എനിക്കറിയില്ല എനിക്ക് മാത്രം തോന്നിയതാണോ എന്നുള്ളത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. മുഴുവനായിട്ട് പൊരിച്ചിട്ട് പൊടിക്കുമ്പോഴും ഇതുപോലെ ചെയ്തിട്ട് പൊടിക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പോളം തേങ്ങ വേണം. അതുപോലെ തന്നെ ഒരു 5 ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും സാധനങ്ങളും പിന്നെ അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു അല്പം ഉപ്പ്. അപ്പോൾ ഉപ്പ് ഒരുപാടൊന്നും ഇടണ്ട, കാരണം നമ്മൾ പപ്പടം കൊണ്ടിട്ടല്ലേ ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം ഉപ്പൊക്കെ പപ്പടത്തിലുണ്ടാവും. പിന്നെ തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് ഒതുക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും അരച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി പപ്പടം പൊരിച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ട് ഒരു 3/4 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണേ. കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 വറ്റൽമുളകും. ആ വറ്റൽമുളകും ഉഴുന്ന് പരിപ്പും ഒക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണില്ല കേട്ടോ, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ നേരത്തെ ഒതുക്കി വെച്ച ആ തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ തേങ്ങയിൽ ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് വഴറ്റി കൊടുത്തേക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നെ പ്രസ് ചെയ്യണേ. ഇനി അഥവാ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. ഈ ഒരു സമയം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച പപ്പടം ഒന്ന് പൊടിച്ച് വെച്ചേക്കാം കേട്ടോ. ഇനിയാണ് നമ്മൾ ഈ പപ്പടമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പപ്പടവും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തേക്കുക. അപ്പോൾ തേങ്ങയുടെയൊക്കെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും അതുപോലെ എരിവും ഒക്കെ ഈ പപ്പടത്തിലേക്ക് നന്നായിട്ട് പിടിക്കും. ചൂടോടുകൂടി ഇത് കഴിക്കാൻ വളരെ ക്രിസ്പി ആട്ടോ. പപ്പടത്തിൻ്റെയൊക്കെ ആ ക്രിസ്പിനെസ് ഒന്നും പെട്ടെന്നൊന്നും പോവില്ല. ചൂട് നല്ലോണം മാറി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ചെറുതായിട്ടൊന്ന് തണുക്കും. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.